നമുക്കൊരു ന്യായീകരണം കേട്ടാലോ? അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അത് ഉണ്ട്. അവർ ഒരു എംബ്ലം, ഒരു ലോഗോ എന്റെ അമ്മയോ, ഇത് ആ കേസല്ല, ഇത് വേറെ കേസ്. അതേ നെനപ്പായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. എടാ, ഇതൊക്കെയാണ് നട്ടലിലുള്ളവരും നട്ടലില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മളെ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ഇതേപോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്നല്ലേ എനിക്ക് കേൾക്കാത്തവര് കേട്ടോ. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗോ വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു, സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. പൊന്നെ, എത്ര പ്രാവശ്യം പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ട. കുത്തിയന്മാരൊക്കെ ഇത് എവിടെ? ഇപ്പൊ എല്ലാരും പറയാം സഖാവ് മതിയായിരുന്നു, സഖാവ് മതിയായിരുന്നു. മേലേക്ക് നോക്കിട്ട് വല്ല പറയുന്നില്ല. പിന്നെ വേറെ കാര്യം കേട്ടോ, പേടിക്കണ്ട. ഇതിപ്പോ നമ്മളെ വീടിന്റെ പാവപ്പെട്ട വീട്ടിന്റെ മുന്നിൽ കുത്തണമെന്നല്ലല്ലോ. വീട് കിട്ടിയാലല്ലേ മക്കളെ, അതിന് കിട്ടാനൊന്നും പോകുന്നില്ല. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അപ്പാലേക്കാം. എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഈ നുണേഴ്സിനൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, ആ പ്രിയദർശിനിയുടെ കാര്യം അല്ലാണ്ട് അതും പേടിക്കണ്ട. അതിപ്പോ അങ്ങ് കൂട്ടിക്കോളും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിന്നോളൂ. നിങ്ങൾ അറിയാണ്ട് തന്നെ ബസ്സിന്റെ ഇതൊക്കെ വെട്ടി കുറച്ച് അതങ്ങ് തീർത്തോളും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താണെന്ന് അറിയാമോ, 5 വർഷമില്ലേ, 3 മാസമായിട്ടല്ല കഴിഞ്ഞില്ലേ, ഇത്ര നമ്മൾ സഹിച്ചേ പറ്റും.